ഹായ് കൂട്ടുകാരെ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു അടിപൊളി ദിവസമാണ്. നല്ല മഴയൊക്കെ പെയ്ത് ഇതെൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. പാടത്തൊക്കെ നല്ല മഴ പെയ്യുന്നതാണ്. നല്ല രസമുണ്ട്, പ്രകൃതി രമണീയമായിട്ടിരിക്കുന്നുണ്ട്. ഇത് മഴയ്ക്ക് മുമ്പെടുത്ത വീഡിയോ. ഇവനെ ഇച്ചിരി സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ മുറ്റത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര തിരക്കാണ്. എന്നിട്ട് മിറ്റിലൊക്കെ പറക്കി തിന്നല മുറ്റത്തുള്ള. ഇന്ന് വൈകുന്നേരം ചിക്കൻ കറിയും കപ്പ വേവിച്ചതാണ് സ്പെഷ്യൽ. ചിക്കൻ ജസ്റ്റ് മുളകൊക്കെ ഇട്ട് പിരിഞ്ഞ് വെച്ചു. ഞാനിവിടെ കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് വൈകുന്നേരത്തെ ഇത് കാണിക്കുന്നതേ ഉള്ളേ. തക്കാളിയും പച്ചമുളകും സവോളയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഒന്നിച്ചിട്ടിട്ടുണ്ട്, അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അവയെല്ലാം ഒന്നിച്ച് തന്നെ ഇട്ടിട്ട് ഞാൻ വഴറ്റുകയാണ്. സാധാരണ പണ്ടൊക്കെ തക്കാളിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വഴറ്റും. ഉള്ളി വഴണ്ട് കഴിഞ്ഞിട്ടാണ് തക്കാളിക്ക് വഴറ്റുക. മടി കൊണ്ട് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് അങ്ങോട്ട് വഴറ്റുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരം ചിക്കൻ കറിയും കപ്പ ഇരിപ്പുണ്ട്. വാട്ടുകപ്പ, ഉണക്ക് കപ്പയൊക്കെ ഇല്ലേ, അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉള്ളത്. ചിക്കൻ കറി ഞാനാക്കും, കപ്പ മമ്മി വയ്ക്കും. അപ്പോൾ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും തന്നെ പൊടിയിടാം. കറിക്ക് കൊഴുപ്പ് കിട്ടണേ കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടിയല്ല മല്ലിപ്പൊടി ഇടുന്നതാണ് നല്ലത്. ഞാനൊരു 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ മസാല ഇടുക, മുളക് പൊടി ഇടുക, മഞ്ഞൾപ്പൊടി ഇടുക. ഈ പൊടികളെല്ലാം ഇട്ട് കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു പൊടിയുടെയൊക്കെ പച്ചമണം മാറുമ്പോഴും ഒന്ന് വഴറ്റണം. ചിക്കൻ കറിക്ക് പ്രത്യേകിച്ച് വലിയ ഇതൊന്നുമില്ല, സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ. എൻ്റേതായ ഒരു ടിപ്സും ഇല്ല. പൊടിയുടെ ഇത് മൂപ്പൊക്കെ ഏകദേശം പാകമായെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഈ മസാലയിലേക്ക് ആഡ് ചെയ്യാം. ചിക്കനിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം വരുമല്ലോ. പിന്നെ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ആവി കയറ്റി കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം, കാരണം കപ്പ വേവിച്ചതുള്ളതുകൊണ്ട് കുറച്ച് ചാറ് വേണം. അതുകൊണ്ട് ഇനി ഇവന് കുറുക്കുണ്ടാക്കണം. കൊച്ചിന് 11 മാസമായി. അപ്പോൾ അവന് വൈകുന്നേരം അമൃതം പൊടിയുടെ കുറുക്കാണ് കൊടുക്കുന്നത്, കുടിച്ചോളും. സാധാരണ പനം കൽക്കണ്ടാണ് പിള്ളേർക്ക് കുറുക്കിൻ്റെ കൂടെയൊക്കെ മധുരത്തിന് കലക്കാൻ നല്ലത്. നമുക്കിവിടെ അത് കിട്ടാനില്ല, കിട്ടും, കുറച്ച് ദൂരെ പോകണം. അതുകൊണ്ട് ഞാൻ സാധാരണ കൽക്കണ്ടം തന്നെയാണ് ഉപയോഗിക്കുന്നത്. എല്ലാ നേരവും അമൃതം പൊടിയുടെ കുറുക്കൊന്നും കൊടുക്കുന്നില്ല. രാവിലെ മുത്താറിയുടെ കുറുക്കാണ് കൊടുക്കുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കും. നമ്മളെന്ത് കഴിക്കുന്നോ അതെല്ലാം അവനും കഴിച്ചോളും. ഇൻഡക്ഷനിൽ വെച്ചുകൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കും. അതുകൊണ്ട് കൈയിടവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. പിന്നെ ഇപ്പം പിടിച്ച് നിൽക്കാനൊക്കെ തുടങ്ങി. 4 കാലിലൊക്കെ സമയം കിട്ടി അപ്പോൾ ഓടും, എവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കില്ല. ചുമ്മാ ഒരു വീഡിയോ എടുത്തോട്ടോ, ഒരു വൈകുന്നേരത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ കുഞ്ഞു വീഡിയോ എടുത്താൽ. കുറേ ആയി വീഡിയോ ഒന്നും ഇടാത്ത, സമയം കിട്ടിയില്ല, അതുകൊണ്ട് ഇടാഞ്ഞ് ചുമ്മാ ഒരു വീഡിയോ എടുത്തു. ഏകദേശം തിളച്ച് വന്നു. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഞാൻ കൊടുക്കുക. രാത്രിയിൽ ഇത് കൊടുത്തിട്ട് കിടക്കുവാണെങ്കിൽ നന്നായിട്ട് ഉറങ്ങിക്കോളും. പിന്നെ ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് എഴുന്നേൽക്കുള്ളൂ. നമ്മുടെ ചിക്കൻ എങ്ങനെയായെന്ന് നോക്കാം. ചിക്കൻ കറി തിളച്ച് വന്നിട്ടുണ്ടല്ലോ. ചിക്കൻ ഏകദേശം പരിവായിട്ട് വന്നിട്ടുണ്ട്. കപ്പ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ ചിക്കനും കപ്പയാണ് നമുക്ക് രാത്രിയിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഞങ്ങളുടെ ഒരു കുഞ്ഞു വൈകുന്നേരം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണേ. പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റൊന്നുമില്ല, ചുമ്മാ ഒരു രസത്തിന് എടുത്തിട്ടാണ്. ഓക്കെ, താങ്ക് യു.